ലെറ്റ് മീ ആസ്ക് യു സംതിങ്. മലയാള ഇൻഡസ്ട്രിയിൽ എവിടെയാണ് നമ്മുടെ വെട്രിമാരൻ? എവിടെയാണ് പാരഞ്ജിത്ത്? എവിടെയാണ് മാരി സെൽവരാജ്? വി മലയാളീസ് പ്രൗഡ്ലി സേ മലയാള സിനിമ കുറച്ച് ബോൾഡ് ആണെന്നും റിയലിസ്റ്റിക് ആണെന്നും മീനിങ് ഫുൾ ആണെന്നും എന്നൊക്കെ. പക്ഷേ എവിടെയാണ് അസുരൻ പോലൊരു സിനിമ, കർണൻ പോലൊരു സിനിമ, കാല, പരിയേരും പെരുമാൾ, സർപ്പട്ട, കാസ്റ്റിനെ നേരിട്ട് കാണിക്കുന്ന പടങ്ങൾ? എവിടെയാണ് പോലീസിന്റെ ബ്രൂട്ടാലിറ്റി എടുത്തു പറയുന്ന സിനിമകൾ, ലാൻഡ് പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യുന്ന പടങ്ങൾ? ഇതൊക്കെ നമ്മൾ കൂടുതൽ കണ്ടേക്കുന്നത് തമിഴ് ഫിലിംസിലാണ്. അതുപോലെ ഒന്നും മലയാളം ഫിലിമിലുണ്ടോ? വെട്രിമാരന്റെ അസുരൻ എന്ന് പറഞ്ഞ സിനിമ നോട്ട് ജസ്റ്റ് എ റിവെഞ്ച് സ്റ്റോറി. ഒരു മനുഷ്യനായി ജീവിക്കുന്നതിന്റെ പോരാട്ടം, ഒരു വീട്ടിലെ അവകാശത്തെ വീണ്ടെടുക്കുന്നു. അതാണ് വെട്രിമാരന്റെ അസുരൻ എന്ന് പറഞ്ഞ മൂവി. പാരഞ്ജിത്തിന്റെ കാല എന്ന് പറഞ്ഞ മൂവി ആണെങ്കിൽ ബ്ലാക്ക് ഈസ് നോട്ട് ഡേർട്ടി എന്ന് പറയുന്നു, ബ്ലാക്ക് ഈസ് പവർഫുൾ. സർപ്പട്ട എന്ന് പറഞ്ഞ മൂവി ബോക്സിംഗ് അല്ല, ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രൈഡ്. മദ്രാസ് എന്ന് പറഞ്ഞ മൂവി ഒരു മതിലിന്റെയും പൊളിറ്റിക്സിന്റെയും ഫൈറ്റാണ്. മാരി സെൽവരാജിന്റെ പരിയേരും പെരുമാൾ, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇൻ കോളേജ്. കർണൻ ഒരു വില്ലേജിന്റെ സ്ക്രീമാണ്, ഒരു ഒപ്രസ്ഡ് ആയ നാട്ടിലെ ഉറക്കമില്ലാതെ കരയുന്ന ആൾക്കാർ. ഇതൊക്കെ സിനിമയല്ല, ഇതൊക്കെ റെവല്യൂഷനാണ്, ആർട്ടല്ല, ഫയറാണ്. പക്ഷേ മലയാളത്തിലും കാസ്റ്റ് ഉണ്ട്, സപ്രഷൻ ഉണ്ട്, ദളിത് ഡിസ്ക്രിമിനേഷൻസും ഉണ്ട്. എവിടെയാണ് ഇതൊക്കെ പടത്തിൽ? ഇവിടെ ഉണ്ട് പടം, ബട്ട് വി ഡോണ്ട് ഷോ ഇറ്റ്, വി ഡോണ്ട് സപ്പോർട്ട് ഇറ്റ്, വി ഡോണ്ട് ഈവൻ വാണ്ട് ടു ഹിയർ ഇറ്റ്. നമ്മൾ റെഡിയാണ് ഒരു ഡിപ്രഷനെ കുറിച്ച് പറയാൻ, ലോൺലിനെസ്സിനെ കുറിച്ച് ഡീപ്പായിട്ട് ഡയലോഗ്സ് എടുക്കാൻ, ബ്രേക്കപ്പ് സീൻസ് വെച്ച് ഓഡിയൻസിനെ കരയിപ്പിക്കാൻ. ബട്ട് വയലൻസ്, കാസ്റ്റിനെ പറയുന്ന സത്യം, ഒരു മാർജിനലൈസ്ഡ് ആയ ലൈഫിന്റെ സ്ക്രീം, ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. റിമെമ്പർ കമ്മട്ടിപ്പാടം, ദാറ്റ് വാസ് ബോൾഡ്, ബ്ലഡി ഹോണസ്റ്റ്. ഗംഗ ബാലൻ ആൻഡ് വിക്ടിംസ് ഓഫ് ലാൻഡ്, മാഫിയ, കാസ്റ്റ്, ബിട്രയൽ. വാട്ട് ഡിഡ് വി സേ? കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിരുന്നല്ലേ ഒരു വൺ ടൈം വാച്ചിനുള്ളത്? ഹെവിയാണ്. ദാറ്റ് ഈസ് എ പ്രോബ്ലം. ഡിഡ് ദാറ്റ് സ്പാർക്ക് ഗ്രോ? വേറെ ആരും ഇതുപോലെങ്കിലും ട്രൈ ചെയ്തോ? ബിക്കോസ് നമ്മൾ ട്രൂത്ത് ടോളറേറ്റ് ചെയ്യും, സെലിബ്രേറ്റ് ചെയ്യില്ല. ദാറ്റ് ഈസ് വൈ നോ വൺ എൽസ് ഡെയർ ടു ട്രൈ അഗെയിൻ. നൗ ലെറ്റ് മീ ആസ്ക് യു, ഇഫ് എ മാരി സെൽവരാജ് ഈസ് ബോൺ ഇൻ കേരള, ദളിത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ട്രൂത്ത് പറയുന്ന കരുത്തുള്ളൊരു ഫിലിം മേക്കറായി വന്ന, വിൽ വി അക്സെപ്റ്റ് ഹിം? വിൽ പ്രൊഡ്യൂസർ ഫണ്ട് ഹിം? വിൽ ആക്ടേഴ്സ് സപ്പോർട്ട് ഹിം? വിൽ ഓഡിയൻസ് ലിസൺ വിത്തൗട്ട് സ്കിപ്പിംഗ്? ഇല്ല. നമ്മൾ പറയും ഇതിന് മാർക്കറ്റ് ഇല്ല, കാസ്റ്റ് ഒന്നും വേണ്ട, പൊളിറ്റിക്സ് വേണ്ട, കേരളത്തിലെ ഓഡിയൻസ് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല, അതൊക്കെ തമിഴ് പടത്തിൻ്റെ സ്റ്റൈലാണ്, ഡിവൈഡ് ആകും നമ്മുടെ സൊസൈറ്റി, ഇങ്ങനെയൊക്കെ പറയും. അവൻ്റെ വോയിസ് ഷട്ട് ഡൗൺ ആകും ബിഫോർ ഇറ്റ്സ് ഈവൻ ബോൺ. വെട്രിമാരൻ പോലൊരു ഡയറക്ടർ മലയാളത്തിൽ ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ ചോദിക്കും ഇതൊക്കെ കുറച്ച് അൺകംഫർട്ടബിൾ അല്ലേ? ആൻഡ് സോ വി സ്വൈപ്പ് അവേ. വി ഹാവ് ഓൾറെഡി സീൻ ദിസ്. കലാഭവമണി, അവർ ഓൺ, ഒരു ബോൺ പെർഫോമർ, ബട്ട് ഡിഡ് വി ഗീവ് ഹിം ഫുൾ റെസ്പെക്ട്? ഇവിടെ അവനെ ഹീറോ ആക്കി മാസ് റോള് കൊടുത്തു, പക്ഷെ കഴിവിനനുസരിച്ച് വെൽക്കം ചെയ്തിട്ടില്ല. വേടൻ വൺസ് സെഡ് ഇൻ ആൻ ഇന്റർവ്യൂ, മലയാള ഇൻഡസ്ട്രിയിൽ ബ്ലാക്ക് സ്കിൻ ഉള്ള സെലിബ്രിറ്റീസ് ഉണ്ടോ എന്ന്. ഈവൻ ഇഫ് വി ഹാവ് ടാലന്റ്, സ്പേസ് കിട്ടില്ല, കൺസെപ്റ്റിൽ നമ്മൾ മാച്ച് ചെയ്യുന്നില്ല എന്ന് പറയും. ദാറ്റ് ഈസ് എ ട്രൂത്ത്. അവർ മനസ്സിലാക്കിയിരുന്നു ഒരു ചുവപ്പിനും ഒരു കറുപ്പിനും മലയാള സ്ക്രീനിൽ ഫുള്ളായി വരില്ല എന്ന്. Even if someone comes with the power, if his skin is not fair, if his story is not light, Malayalam industry will smile but not open the door. When Paranjit or Mari Selvaraj create bold art, they are not just the directors, they become revolutionaries. You know what society does to revolutionaries? അവർ അങ്ങോട്ട് ഒറ്റപ്പെടുത്തും, ലേബിൾ ചെയ്യും, സൈലൻസ് ആക്കും. So when someone asks, where is our Vetrimaran? Why didn't Paranjit come from Malayalam? Why can't we produce a Mari Selvaraj? The answer is very simple. We had stories, we had voice, but we never clapped for them. We never gave them stage. We never let them breathe. They didn't fail, we failed them.